നമസ്കാരം. അപ്പൊ 1997 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ 50ാം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് തീർച്ചയായിട്ടും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യൻ സ്മരണയ്ക്കായി ചെയ്തതാണ് വന്ദേ മാതരം എന്ന് പറയുന്ന ആ ഒരു ആൽബം. എത്ര വർഷങ്ങൾ കഴിഞ്ഞു പോയാലും ആ ഒരു മ്യൂസിക്, ആ ഒരു ടാലന്റഡ്, ആ ഒരു മാജിക് മ്യൂസിക് ചെയ്ത വന്ദേ മാതരം എന്ന് പറയുന്ന ആ ഒരു ട്രെൻഡ് തീർച്ചയായിട്ടും ന്യൂ ജനറേഷൻ ആയിക്കോട്ടെ, പഴയ ജനറേഷൻ ആയിക്കോട്ടെ, എല്ലാവരും ഒരേ രീതിയിൽ മനസ്സിൽ ഇടം പിടിച്ച ഒരു ആൽബമാണ്, സൂപ്പർ ഹിറ്റ് ആൽബമാണ് വന്ദേ മാതരം. വന്ദേ മാതരം എന്ന് പറയുന്ന ഈ ഒരു ആൽബം, AR റഹ്മാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ആൽബം റിലീസായിട്ട് ഇപ്പോൾ 20 വർഷത്തിന് മേലെയായി. എത്രയെത്ര വർഷങ്ങൾ കഴിഞ്ഞാലും സ്വാതന്ത്ര്യദിനം എന്നൊരു ദിനം വന്നു ചേരുമ്പോൾ ആദ്യം കേൾക്കുന്ന ഒരു സോങ്, ആൽബം വന്ദേ മാതരം എന്ന് പറയുന്ന ആ ഒരു സോങ് ആണ് എന്നുള്ള കാര്യം വളരെ സത്യവത്തായ കാര്യമാണ്. ആ ഒരു ആൽബം ചെയ്തു കഴിഞ്ഞതിന് ശേഷം, ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ഒത്തിരി പുതിയ പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് കൈപ്പണി എടുത്തെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു ആൽബത്തിനെ മറികടക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നേരെ കിടക്കുന്ന ഒരു സത്യമാണ്. ഇവിടെയാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡ്, ആ ഒരു ലെജൻഡിന്റെ ലെജൻസി ഒളിഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ഒരു ആൽബമാണ് വന്ദേ മാതരം. സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് ഏതൊരു കടയിലായിക്കോട്ടെ, ഏതൊരു പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ, ഏതൊരു പ്രോഗ്രാം ആയിക്കോട്ടെ, ഇന്ത്യയുടെ പതാക ഉയരുന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ആൽബത്തിന്റെ ഒരു ഹൈ വോളിയത്തിലുള്ള ഈ ഒരൊറ്റ ആൽബത്തിന്റെ പവർ, ഊർജം തിരിച്ചറിയാൻ സാധിക്കാറുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ ഓരോരുത്തരും കേട്ടറിഞ്ഞതാണ്. പറയുന്ന പ്ലാറ്റ്ഫോമുകളിൽ മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം കൈ ചേർത്ത് പിടിച്ചൊരു ആൽബമാണ് വന്ദേ മാതരം. ശരിക്കും വന്ദേ മാതരം എന്ന് പറയുന്ന ഈ ഒരു ആൽബത്തിന്റെ ഒരു മ്യൂസിക് മാജിക് തീർച്ചയായിട്ടും ഹൃദയങ്ങൾ കീഴടക്കുന്ന ഓരോ സെക്കൻഡുകളും ഹൃദയമിടിപ്പ് ഉണർത്തുന്നു എന്നുള്ളതിന് ഒരു 100 വോൾട്ടേജിൽ AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് മാന്ത്രികന് 100% ശരി തന്നെ ഇടേണ്ടതായിട്ട് വരും എന്നുള്ളത് വീണ്ടും വീണ്ടും തുറന്നു പറയുന്ന ഒരു കാര്യമാണ്. പറയുന്ന യൂട്യൂബും അതുപോലെ തന്നെ ഇന്റർനെറ്റും കവർ ചെയ്യാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പറയുന്ന വന്ദേ മാതരം എന്ന് പറയുന്ന ഈ ഒരു ആൽബം വമ്പൻ ഹിറ്റ് അടിച്ച് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. തീർച്ചയായിട്ടും അന്ന് വൈറലില്ല, ഒത്തിരി മീഡിയാസ് ഇല്ല, അതോടൊപ്പം ഇന്റർനെറ്റ് സൗകര്യം വളരെ കുറവ്. ആ ഒരു കാലഘട്ടത്തിലാണ് വന്ദേ മാതരം എന്ന് പറയുന്ന ഈ ഒരൊറ്റ ഗാനം സൂപ്പർ ഹിറ്റ് ആയത്. AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് മാന്ത്രികന്റെ ഒരു ടാലന്റിന്റെ ലെജൻസി ഉണർത്തുന്ന ആ ഒരു മ്യൂസിക് തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിലും ശരീരത്തിലെ രോമങ്ങൾ ഇങ്ങനെ ഉണർന്നുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ആ ഒരു കമ്പോസിങ് നടന്നിരിക്കുന്നത്. ഈ ഒരു ഒറ്റ സോങ് ഹെഡ്സെറ്റ് പോലും വയ്ക്കാതെ കേൾക്കാവുന്ന ഒരു മാന്ത്രിക വലയാണ്. അപ്പോൾ AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ലെജൻഡിന്റെ മാന്ത്രിക വിരലുകളിൽ നിന്ന് നടന്നു വീണ സംഗീതമാണ് വന്ദേ മാതരം. അപ്പൊ ഈ ഒരു മ്യൂസിക്കൽ ആൽബം റിലീസ് ആയതിനു ശേഷവും വർഷങ്ങൾക്ക് ശേഷവും ഒത്തിരി മ്യൂസിക് ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു ആൽബത്തിനെ കവച്ചു വയ്ക്കാൻ പറ്റിയ രീതിയിൽ ഒരു സോങ് പോലും റിലീസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു 100 വോൾട്ടേജിൽ പറയാവുന്ന കാര്യമാണ്. 1997 50ാമത്തെ സ്വാതന്ത്ര്യദിനം തീർച്ചയായിട്ടും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിന്റെ ശബ്ദത്തിൽ ഉയർന്നു തന്നെ കേട്ടു. ഇന്ത്യൻ പ്രേക്ഷകർ മാത്രമല്ല, ലോക പ്രേക്ഷകർ, മ്യൂസിക്കിനെ കയ്യിലെടുത്ത, മ്യൂസിക്കിനെ ഹൃദയത്തിലേറ്റിയ എല്ലാ പ്രേക്ഷകരും ഒരേ സ്വരത്തിൽ ഒരേ രീതിയിൽ സ്വീകരിച്ച നല്ലൊരു സൂപ്പർ ഹിറ്റ് സോങ് ആണ്, സൂപ്പർ ഹിറ്റ് ആൽബമാണ് വന്ദേ മാതരം. അപ്പോൾ വന്ദേ മാതരം എന്ന് പറയുന്ന ഈ ഒരു ആൽബത്തിന്റെ റിലീസിങ്ങിന് ശേഷം ആദ്യ ആഴ്ചയിൽ സോണി മ്യൂസിക് വിറ്റഴിച്ചത് 5 ലക്ഷത്തോളം കാസറ്റുകളാണ്. തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങൾ ഉണരാത്ത, മൊബൈലുകളോ മറ്റുള്ള ഫെസിലിറ്റീസോ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു ആൽബത്തിന്റെ വിജയം എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. എത്രയോ കോടാനുകോടി തുക മുടക്കി എത്രയോ സിനിമകൾ റിലീസ് ചെയ്താൽ പോലും ഈ ഒരു ആൽബത്തിന്റെ ഒരു മൂല്യം തീർച്ചയായിട്ടും പ്രേക്ഷക ഹൃദയങ്ങൾ കൈയടക്കിയതാണ്. വന്ദേ മാതരം എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ഗാനം വളരെ രസകരമായ രീതിയിൽ സംഗീതം നൽകി AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിന്റെ മൂവ്മെന്റ്സ് തീർച്ചയായിട്ടും പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി. അതിനപ്പുറത്തേക്ക് വർഷങ്ങൾക്ക് ശേഷവും മൂല്യതയ്ക്ക് മീതെ മൂല്യത കാണുന്ന ഒരു ആൽബമാണെന്നുള്ള കാര്യം വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആൽബം റിലീസിങ്ങിന് ശേഷം ഒരു മഹാനായ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞൊരു വാക്കുണ്ട്: പഴയ തലമുറയെയും പുതിയ തലമുറയെയും ഒരു വലയത്തിലാക്കിയ ഒരൊറ്റ സോങ്, അത് AR റഹ്മാൻ എന്ന് പറയുന്ന ഒരു മ്യൂസിഷ്യൻ ചെയ്ത ഈ ഒരു കാന്ത വലയമാണ്. അതാണ് വന്ദേ മാതരം എന്ന് പറയുന്ന ഈ ഒരൊറ്റ
ആൽബം. തീർച്ചയായിട്ടും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യൻ ഒരു ലെജൻഡ് തന്നെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ ഒരൊറ്റ ഗാനം മാത്രം മതി. ഇവിടെയാണ് ഒരു ലെജൻഡിന്റെ മൂല്യത കാണിക്കുന്നത്. തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ കൈവലയങ്ങളിൽ മാത്രമല്ല, കാതുകളിലൂടെയും ഹൃദയത്തിലൂടെയും ആഴ്ന്നിറങ്ങാവുന്ന രീതിയിലാണ് ഓരോ സോങ്ങുകളും. ഈ വന്ദേ മാതരം എന്ന് പറയുന്ന ആ ഒരു ആൽബത്തിന്റെ മ്യൂസിക് കമ്പോസിങ് എല്ലാം ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ്. 78ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിലും AR റഹ്മാന്റെ ആ ഒരു വന്ദേ മാതരം എന്ന് പറയുന്ന ആൽബത്തിന്റെ മൂല്യത ഉയരത്തിൽ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും കമന്റ്സുകളുമായി എത്തുക. ഐ എം വെയിറ്റിംഗ്.